ഇന്നത്തെ സഭായോഗത്തിൻ്റെ തീം എന്നുള്ളത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി എന്നുള്ളതാണ്. മനസ്സൊരുക്കമുള്ള ആത്മാവ്. ദൈവത്തോടുള്ള മനസാക്ഷി എന്ന തീമിന് ആധാരമായിരിക്കുന്ന പുതിയ നിയമവാക്യത്തിലേക്ക് കൊണ്ടുപോയി ഘടിപ്പിക്കുന്നു. എടുക്കാം. ശ്ലീഹ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചാൽ. മതി. സ്നാനം ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് അത്രേ. അവിടുന്ന് ഒരു വാചകം മാത്രം എടുക്കുന്നു, ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടാകാൻ എന്തു ചെയ്യണം? അതിൻ്റെ ഉത്തരമായിട്ടുള്ള 3 വാക്യങ്ങൾ അടങ്ങിയ പോയിന്റുകൾ, 3 പ്രധാന ചിന്തകൾ. 2, ദൈവത്തോട് ഉള്ള നല്ല മനസാക്ഷി നമുക്കുണ്ടായാൽ ഉള്ള ഗുണം എന്താണ്? അതിനും 3 വാക്യങ്ങളെ ആധാരമാക്കി 3 പ്രധാനപ്പെട്ട ചിന്തകൾ, പോയിന്റുകൾ അടുക്കിന് കൈമാറുന്നു. ശ്രദ്ധിച്ചേ, ആ പ്രമേയം ഒന്ന് ചേർന്ന് പറഞ്ഞാൽ നല്ലതാണ്. ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. സഭയൊന്ന് ചേർന്ന് പറയാമോ? ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. സ്തോത്രം. ബിസി 1000-ൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ കണ്ട കവിയും മധുരഗായകനും രാജാവും ഒക്കെയായ ദാവീദ് തൻ്റെ ജീവിത ചരിതങ്ങളുടെ നാളുകൾ, അർത്ഥാൽ ഗതകാലങ്ങൾ നോക്കുമ്പോൾ വീടും നാടുമായി ബന്ധമില്ലാതെ കാടും ആടുമായി മാത്രം ബന്ധപ്പെട്ട് കാടിൻ്റെ ഉൾത്തടങ്ങളിലൂടെ പുൽമേടുകൾ തേടി തേടി നടന്ന ഒരാട്ടുചെറുക്കൻ നാട്ടിൽ കൊണ്ടുവന്നു വീട്ടിലിറക്കി. അവൻ വീട്ടുകാർ കാണെ ദൈവം പരസ്യമായി അഭിഷേകം ചെയ്തു. എന്നാൽ ആ അഭിഷേകം നിമിത്തം വീണ്ടും കാട് മേട് ഓട്ടം മാത്രം. ശൗൽ തൻ്റെ പുറകെ നടക്കുന്ന കാലം. ആ കാലത്തിൽ പെരിസ്ത്യരെ ഇടയ്ക്കിടയ്ക്ക് അവർ വരും. അവരെ ശൗലങ്ങ് ഓടിച്ചു വിട്ടപ്പം ഒരു പുതിയ വാർത്ത കിട്ടു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 24-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഏൺഖദി ആ മരുഭൂമിയിൽ ദാവീദ് ഉണ്ട് എന്നൊരു അറിവ് കിട്ടുകയാണ്. കാട്ടാടിൻ പാറകൾ നിറഞ്ഞിരിക്കുന്ന ഭാഗം, അവിടെയുള്ള ആട്ടിൻ തൊഴുത്തിന് അരികെ ഒരു ഗുഹ, അതിൻ്റെ ഉള്ളിൽ ക്ഷീണിതനായി കയറിയ ശൗൽ കയറുന്നതിന് മുൻപ് കയറിയ ദാവീദും കൂട്ടരും ഒന്നിച്ച് സമ്മേളിക്കുന്ന രംഗം. നമ്മളാണെങ്കിൽ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇന്നതിൻ്റെ വിടുതലിൻ്റെ ദിനമാണ് എന്ന് പറഞ്ഞ് ശൗലിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ദൈവം എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നത് കണ്ടില്ലയോ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോണം, കണ്ടോളിൻ കേട്ടോളിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഞ്ഞ് പ്രവർത്തിക്കും. മൂർച്ചയുള്ള കുന്തമെടുത്ത് ഒറ്റ കുത്തിയാൽ മതി, മൂർച്ചയുള്ള വാളെടുത്ത് ഒറ്റ വെട്ടിയാൽ മതി. നല്ല അഭ്യാസിയല്ലേ ദാവീദിന്? ആമേൻ. കല്ലെടുത്ത് കവണയെ വെച്ച് എങ്ങനെ കറക്കണമെന്നറിയാവുന്നവൻ ദാവീദ് നല്ല അഭ്യാസിയാണ്. എന്നാൽ കൂടെയുള്ളവരുടെ നിർബന്ധം വന്നിട്ടും ദാവീദ് ഉറങ്ങിക്കിടക്കുന്ന ശൗൽ അറിയാതെ പതുക്കെ 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 ചെന്നിട്ട് തൻ്റെ മേലങ്കിയുടെ അഗ്രം, രാജവസ്ത്രമാണെന്ന് ഓർക്കണം,
ഉറങ്ങിക്കിടക്കുന്നയാൾ ഉണരാതെ മുറിച്ചെടുത്തപ്പം തൻ്റെ മനസാക്ഷിക്കകത്തേക്കൊരു വല്ലാത്ത കുത്ത്. ശൗലിന്റെ അങ്കി മുറിച്ചെടുത്തപ്പം ദാവീദിന്റെ ഹൃദയത്തിന്, മനസാക്ഷിക്ക് കുത്തുകൊണ്ടപ്പം ദാവീദ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ആരോടും പറയണ്ട എന്ന് പറഞ്ഞ അങ്കിയുടെ കഷ്ണം മാറ്റിക്കളയല്ല, ശൗലിൻ്റെ മുൻപിൽ അത് പ്രദർശിപ്പിക്കുകയാണ്. നോക്കണേ, അങ്കിയുടെ അഗ്രം മുറിച്ചപ്പോൾ അത്ര മനസാക്ഷി കുത്തിയെങ്കിൽ വെറുതെ അല്ല ദൈവം ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാന്ന് പറഞ്ഞത്. ദാവീദിന്റെ ഹൃദയത്തിന് അങ്ങനെ കുത്തുകൊണ്ടെങ്കിൽ ഇന്ന് ഈ സഭായോഗത്തിലിരിക്കുന്ന പ്രിയരെ, തന്നെ കൊല്ലാനിരിക്കുന്നവനെ ഒരു വേട്ടമൃഗത്തിന്റെ പുറകെ ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേട്ടമൃഗത്തിന്റെ പുറകെ വേട്ടക്കാരൻ ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഈ അങ്കി മുറിച്ചത് ഇത്ര കുറ്റബോധത്തിന് കാരണമാണോ? അല്ല, അങ്ങനൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? പലപ്പോഴും നമ്മൾ പ്രാഗൽഭ്യമുള്ള മനസാക്ഷി എന്ന് പറയുന്നത് മരവിച്ച മനസാക്ഷിയാണ്. തിരുത്തപ്പെടാതെ വരുന്ന മനസാക്ഷി അങ്ങ് മരവിക്കും. അതിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉറച്ചിരിക്കുന്ന ആ അവസ്ഥയെ പറയും, ഇത് ദൈവം എനിക്ക് നൽകിയ പ്രാഗൽഭ്യമാണെന്ന്. വാക്കുകൊണ്ട് കുത്തി, എടുത്തുകോലുകൊണ്ട് കുത്തി, സോഷ്യൽ മീഡിയയിലൂടെ കുത്തി, ഫേസ്ബുക്കിലൂടെ കുത്തി, വാട്സപ്പിലൂടെ കത്തെഴുതി കുത്തി, റൈറ്റപ്പിലൂടെ കുത്തി, സ്റ്റാറ്റസ് ഇട്ട് കുത്തി, കമന്റ് ഇട്ട് കുത്തി, ഒരു മനസാക്ഷിയും അകത്തും കുത്തലില്ല. ഈ മനുഷ്യൻ ഈ അങ്കിയുടെ അഗ്രം മുറിച്ചത് ഇത്ര കുറ്റബോധമായി. അങ്ങനെയുള്ളൊരു നിർമ്മലമായൊരു മനസാക്ഷി നമുക്കുണ്ടോ? അടുക്കളയിൽ വെച്ച് പറഞ്ഞ വാക്കുകൊണ്ട് ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ? ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞ വാക്കിൽ കുത്തപ്പെട്ടിട്ടുണ്ടോ? കുത്തിയിട്ടുണ്ടോ? മനസാക്ഷി നോക്കണേ. അതിൽ മനസാക്ഷിക്ക് ഒരു കുത്തലും തിരിച്ചില്ലെങ്കിൽ ആ മനസാക്ഷി ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയല്ല. ഹല്ലേലൂയ. ദൈവത്തോട് നിരക്കേണ്ടത് ദൈവത്തോട് നിരക്കണം, മനുഷ്യനോട് നിരക്കേണ്ടത് മനുഷ്യനോട് നിരക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ എൻ്റെ കേൾവിക്കാരിൽ സംഭവിക്കട്ടെ. നോക്കൂ, ദൈവത്തോടുള്ള മനസാക്ഷിയുടെ പ്രധാനപ്പെട്ട 3 അതിൻ്റെ പ്രത്യേകതകൾ. മനസാക്ഷിക്കായിട്ട്, നല്ല മനസാക്ഷിക്കായിട്ട് എന്തു ചെയ്യണം? വായിച്ച കുറിവാക്യം, ഒരുവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവന് ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടാകുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് 4 പേര് ഇവിടെ സാക്ഷ്യത്തിലൂടെ സ്നാനപ്പെടേണ്ടതിനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിലും ആളുണ്ടറിയിക്കാൻ. എൻ്റെ കാംക്ഷ വരുന്ന സ്നാനം നടക്കുന്ന ആ ആഴ്ച വരെ എല്ലാ ആഴ്ചയും ആള് കാണണമെന്നാ. സ്തോത്രം.
പുറമറ്റം സഭയ്ക്ക് അത് സങ്കല്പിക്കാൻ പറ്റുമോ? 28-ാം തീയതി കഴിഞ്ഞാലും വെള്ളമുണ്ട്, സ്നാനക്കുളവുണ്ട്. സ്നാനം ഒരു തുടർച്ചയായി സഭയ്ക്കകത്ത് മാറാൻ എത്ര പേര് കാക്ഷിക്കുന്നുണ്ട്? സ്വപ്നം കാണുന്ന എത്ര പേരുണ്ട്? സ്വപ്നം കാണുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് ദൈവസഭയോട് ആളുകൾ ചേർന്നുകൊണ്ടേ ഇരിക്കുന്നത് നാം കണ്ടുകൊണ്ടേ ഇരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ, ഒരുവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എങ്ങനെ ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടാകുന്നത്? ഒരിക്കൽ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു അവൻ ഈ മുഖത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അത് കൽപ്പനയായിട്ടാണ് പറഞ്ഞത്. യേശു കൽപ്പിച്ചത് അനുസരിച്ച് കഴിയുമ്പോൾ പിന്നെ ആ മുഖത്തേക്ക് നോക്കാൻ, ആ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നല്ല പ്രാഗൽഭ്യമാണ്. നല്ല മനസാക്ഷിയോടെ നിൽക്കാം, കണ്ണിൽ നോക്കി നിൽക്കാം. ഇന്ന് കൽപ്പിച്ചവൻ, അന്ന് കൽപ്പിച്ചവൻ ഇന്ന് ഈ സഭായോഗത്തിനകത്ത് സപ്തമഹിമ പൂർണ്ണനായി ഈ സഭയ നിലവിളക്കിന്റെ നടുവിൽ അവൻ ആഗതനായിട്ടുണ്ട്. ഉണ്ട്. ഒരാമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ, സ്തോത്രം, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ, ഈ സത്യം ഗ്രഹിച്ചവർ, യേശുവിനെ അംഗീകരിച്ചവർ, രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞവർ, കർത്താവ് കൽപ്പിച്ച കാര്യം അനുസരിച്ച് കഴിയുമുണ്ടല്ലോ, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു നല്ല മനസാക്ഷിയുടെ ഉടമയായി മാറുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടാതെ ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളോട് മാത്രമുള്ള ഒരാലോചന, വൈകാതെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. സ്നാനപ്പെട്ടില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാൻ അവസരം കിട്ടിയിട്ട് സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കൈവിടപ്പെടും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി വെളിയിലോട്ട് വരുമ്പോണ്ടല്ലോ, ആ വ്യക്തിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും, സ്വർഗ സദസ് സന്തോഷിക്കും. ദൈവ മുമ്പിൽ നല്ലൊരു മനസാക്ഷി നമുക്ക് കിട്ടും. 2, എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വായിച്ചു. നല്ല മനസാക്ഷിക്ക് വേണ്ടി എന്തു ചെയ്യണം? 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം വായിച്ചു. മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി. അപ്പോ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി പ്രാപിക്കാൻ എന്ത് ചെയ്യണം? മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കണം. വിസ്തരിച്ച് പറയേണ്ടതിന് ഒരു തെളിവ് മാത്രം അതിലേക്ക് നൽകാം. എന്ന് ഈ നിർജീവ പ്രവൃത്തി, എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഈ ഭാഗം മറിച്ച് കളയാതെന്ന് വായിക്കുമോ? മതി. ഇനി നിർജീവ പ്രവൃത്തി എന്ന പദകോശം ആ വാചകത്തെ ഒന്ന് അപഗ്രഥിക്കുന്നു. ജീവനില്ലാത്ത പ്രവൃത്തി. ഒന്നും കൂടെ പറഞ്ഞാൽ ചത്ത പ്രവൃത്തി. സ്തോത്രം. എന്താണ് ശരിയായ അതിൻ്റെ വ്യാഖ്യാനം? ആമേൻ. നിർജീവമായ പ്രവൃത്തി അഥവാ ചത്ത പ്രവൃത്തി. എന്താ ഈ ചത്ത പ്രവൃത്തി? യാക്കോബിന്റെ ലേഖനം
2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക പ്രയോഗം നൽകിയിട്ടുണ്ട്. പലതെടുക്കാനുണ്ട്, തെളിവിന് ഒന്ന് മാത്രം എടുക്കുക. ഒന്ന് വായിച്ചോ. വായിക്കാമോ? 2:17 വായിച്ചോ. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് എന്താണ്? നിർജീവമാണ്, ചത്തതാന്ന്. ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? ചത്തതാണ്. വിശ്വാസത്തിന് പ്രവൃത്തി വേണം. എല്ലാവരും ശ്രദ്ധിക്കുമോ? ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഒരുപാട് വേഗതയിൽ പോയാൽ ഈ ധർമ്മശാസ്ത്രപരമായ ഭാഗം ഗ്രഹിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം നിർത്തി പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിന് പ്രവൃത്തി വേണം. അപ്പൊ നിർജീവമായ ചത്ത വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ഇത് കൊണ്ട് നടന്നാൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി കിട്ടുകയില്ല. സ്തോത്രം. ആമേൻ. 3-ാമത് കൊടുത്തിരിക്കുന്ന പ്രയോഗം എബ്രായ ലേഖനത്തിൽ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ അടുക്കുന്ന പോയിന്റ് മാത്രം പറയുകയാണ്. 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സകലത്തിലും നല്ലവരായി നടക്കാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്. അപ്പോ സകലത്തിലും അവൻ നന്നായി നടക്കാൻ ഇച്ഛിച്ചാൽ എന്തുണ്ട്? ഇന്നിവിടെ ഈ സഭായോഗത്തിന് വന്നിരിക്കുന്നവർക്ക് ഒരു തീരുമാനമെടുക്കാവോ? വരുന്ന ആഴ്ചയിൽ ശിഷ്ടമായ ക്രിസ്തീയവിധത്തിന്റെ നാൾ വഴികളിൽ ആവോളം, സ്തോത്രം, വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. സകലത്തിലും നല്ലവരായി നടക്കാൻ, സകലത്തിലും നല്ലവനായി നടക്കാൻ, സകലത്തിലും നല്ലവളായി നടക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. എത്ര പേർക്ക് ആ തീരുമാനമുണ്ട്? അങ്ങനെ തീരുമാനമുള്ളവരെങ്കിൽ ഇന്ന് നാം പാടിയ പാട്ടിൻ്റെ ഇരടികൾ, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ച് കാല് മുൻപോട്ട് വെച്ചാലുണ്ടല്ലോ, സ്വോത്രം സ്വോത്രം, സകലത്തിലും നല്ലത്. ഞാൻ നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ, പോസിറ്റീവായി ചിന്തിക്കൂ. അങ്ങനെ എത്ര പേർക്ക് ആകാംക്ഷയുണ്ട്? ഈ നമ്മളെല്ലാത്തിലും ഇങ്ങനെ കുരുക്കൊപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാം ഒരു വല്ലാത്ത കുരുക്കനായി മാറും. പിന്നെ നമുക്കതിൽ നിന്ന് ഊരാൻ പറ്റാതെ നമ്മൾ മൊത്തം കുരുക്കാവും. ഈ ചില കയറും ചാക്കുനൂലൊക്കെ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഒരു സഞ്ചിക്കകത്ത് ഇട്ട് വെക്കും. എൻ്റെ അച്ഛാ വീട്ടിൽ കൊണ്ടുവന്ന് സകല കെട്ടും, ചാക്ക് നൂലെല്ലാ നൂലും കൂടെ ഒന്നിച്ചൊരു സഞ്ചിക്കകത്ത് ഇട്ട് വെക്കും. അപ്പം നൂല് ചോദിക്കാനോ എന്തെങ്കിലും ചെന്നാൽ ഈ ചാക്ക് കുടഞ്ഞിടും. ചാക്ക് കുടഞ്ഞിട്ടാൽ ഈ നൂല് ഈ അമ്മ അഴിച്ചാൽ ഒന്നും വിടത്തില്ല. ഒരായുസ് ചുമ്മാതെ കുരുക്ക് ഒപ്പിച്ച് കുരുങ്ങിക്കിടന്ന് വെറുതെ കാലം തികയ്ക്കാതെ ചുമ്മാതെ ഒരു കുരുക്കനായി ജീവിച്ച് പിള്ളേർക്ക് പോലും നല്ല കല്യാണം പോലും കിട്ടത്തില്ല. സഭയിലും കുരുക്കൻ, ദേശത്തും കുരുക്കൻ, വീട്ടിലും കുരുക്കൻ, നാട്ടിലും കുരുക്കൻ, മൊത്തം കുരുക്കൻ, മുഴുവനും കുരുക്കൻ. ആകറിയുന്നവൻ ഈ കുരുക്ക്. അവസാനം അങ്ങോട്ടൊരു കല്യാണാലോചന വരുമ്പോൾ അത് കുരുക്കൻ്റെ വീടാ, പോണ്ടെന്ന് പറയും. പിന്നെ നീ ദേഷ്യപ്പെട്ടോണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് കേടാകാതിരിക്കാൻ നമ്മൾ ആഗോളം ഒന്ന് തീരുമാനമെടുക്കാം. ഞാൻ നന്നായി ചിന്തിക്കും, ഞാൻ നല്ലത് പറയും, ഞാൻ യേശുവിൻ പിൻപേ ചെല്ലും, ഞാൻ പോസിറ്റീവായ വിഷയങ്ങളെ കാണും. സ്തോത്രം. ഞാൻ കർത്തൃസന്നിധിയിൽ നേരോടെ നിൽക്കും. ബൈബിൾ പഠിപ്പിക്കുന്നു, നേരോടെ നടക്കുന്നവർക്ക്
ഒരു നന്മയും. ആ വചനം ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ഞാൻ നേരോടെ നടക്കും, ദൈവം എനിക്കൊരിക്കൽ നന്മ ഞാൻ അനുഭവിക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ഈ ആലോചന ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ഞാൻ നേരോടെ ചിന്തിക്കും, ഞാൻ നേരോടെ പറയും, ഞാൻ നേരോടെ ജീവിക്കും. നന്മ ഞാൻ അനുഭവിക്കും, നന്മ ഞാൻ അനുഭവിക്കും. പല നന്മകളും തടയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ നേരുകുറവാണ്. സ്തോത്രം, സ്തോത്രം. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനായി ഈ ദേശത്ത് ഞാൻ നിൽക്കും. അവൻ സഭയിൽ ഞാൻ നിൽക്കും, ദൈവരാജ്യത്ത് ഞാൻ നിൽക്കും. ആ ഉറപ്പും തീരുമാനമുള്ളവർ ആ തീരുമാനത്തോടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കും. നേര് പറഞ്ഞ് നേര് ചെയ്ത് നേരെ നിന്ന് നിവരെ നിൽക്കുന്നവന് കർത്താവിന്റെ സന്നദ്ധിയിൽ കുറ്റമില്ലാത്തൊരു മനസാക്ഷി ഉണ്ട്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് ആവുന്നിടത്തോളം നല്ലത് ചിന്തിച്ച് മുമ്പോട്ട് പോകുക. ഞാൻ അങ്ങ് പെട്ടെന്ന് നിർത്താം, വാക്യം മാത്രം പറഞ്ഞ്. പത്രോസ് എഴുതിയ 1 ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം 15-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ? 15-ഉം 16-ഉം. ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ളതിൻ്റെ ഗുണം 1, സൗമ്യതയോടെ ഭക്തിയോടെ പ്രതിവാദം നടത്താൻ ഉള്ള നല്ല മനസാക്ഷി ഉണ്ടാകും. ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ളവന് സൗമ്യതയോടെ, സ്തോത്രം, ഭക്തിയോടെ പ്രതിവാദം നടത്താൻ ഉള്ള നല്ല മനസാക്ഷി എന്ന് വെച്ചാൽ, ഒരു വിഷയം നമ്മുടെ നേർക്ക് വരുമ്പോൾ, നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സത്യമുണ്ടെങ്കിൽ നമ്മുടെ കാല് ഇളകുകയല്ല. സ്തോത്രം. എന്നാൽ നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചതെല്ലാം നുണയാണെങ്കിൽ, ഈ ചില ആളുകൾ കല്ല് വെച്ച നുണ പറയും. അത് എന്ത് നുണയാന്ന്, ഏത് കല്ലാന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ 32 പല്ലിൻ്റെ ഇടയിലൂടെ കല്ല് വെച്ച നുണ എന്ത് ചെയ്യും? വെളി വരും. പണ്ടൊരു നല്ല നുണയൻ ഒരു നുണ പറയുമ്പോൾ ഞാനിങ്ങനെ നുണയൻ്റെ മുഖത്ത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഒന്നും ചെയ്തില്ല, കണ്ണേ മാത്രം നോക്കി നിന്നതേ ഉള്ളൂ. എനിക്ക് ഒരു ചെറിയ ചിരി വരുന്നുണ്ട്, എന്നാലും ഞാൻ അടക്കി പിടിച്ച് നോക്കി നിന്നു. കുറച്ച് നേരം കഴിഞ്ഞ പുള്ളിക്ക് ഇത് കൂട്ടിക്കെട്ടാൻ പറ്റുന്നില്ല. ഇതൊന്ന് ഒപ്പിക്കണ്ടേ, പറഞ്ഞ് പിടിപ്പിക്കണ്ടേ, ഒന്ന് വൈൻഡപ്പ് ചെയ്യണ്ടേ, കഴിയുന്നില്ല, പാളുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ സൗമ്യതയോടെ, അടുത്ത പ്രയോഗമുണ്ട്, ഹല്ലേലൂയ, ഭക്തി നഷ്ടപ്പെടാതെ ശാന്തമായി നിന്ന് ഏത് വ്യക്തിയോട് പ്രതിവാദം നടത്താൻ, മറുപടി കൊടുക്കാൻ ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ളവന് പറ്റും. അവൻ, സ്തോത്രം, അവൻ ഒരു ചോദ്യത്തിന്റെ മുൻപിലും ചൂളിപ്പോകത്തില്ല. പ്രതിവാദം, മറുപടി പറയാൻ, ചൂളാതെ നിന്ന് മറുപടി പറയാൻ, അവൻ കണ്ണിൽ നോക്കി മറുപടി പറയാൻ, അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ല മനസാക്ഷിയുള്ളവർക്ക്, മനസ്സ് ക്ലിയർ ആയവർക്ക് പറ്റും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാം. പെരുങ്കള്ളനും പെരുങ്കള്ളിക്കും പഠിച്ച കള്ളനും പഠിച്ച കള്ളിയും മുഖത്ത് നോക്കത്തില്ലല്ലോ. മുഖത്ത് നോക്കുമെങ്കിലും, മുഖത്ത് നോക്കാനൊക്കെ പഠിച്ച ഈ കള്ളത്തരത്തിൽ പഠിക്കുന്ന ഒരു കാര്യം എന്താ, കട്ടിട്ട് എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ട്രെയിനിങ്. നമ്മൾ കേട്ടിട്ടില്ലേ, അവന് കക്കാൻ മാത്രമേ അറിയുള്ളൂ, നിൽക്കാൻ അറിയല്ല.
മനസ്സിലായോ? ഈ കള്ളനെ പോലീസ് പിടിച്ചിട്ട് കള്ളൻ ആ സെല്ലിന്റെ ഉള്ളിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഇനി സെല്ലിന്റെ ഉള്ളിലെ നിപ്പ് കാണണ്ട, ഇനി പിടിച്ചോടനെയുള്ള നിപ്പ് കണ്ടിട്ടുണ്ടോ? അവന്റെ മുഖത്ത് നോക്കാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. സ്തോത്രം. കണ്ണാടിയുടെ കീഴിൽ കൂടാണ് നോക്കുന്നത്. എന്ന് സ്ട്രൈറ്റ് ആയിട്ട് നോക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടെങ്കിൽ, അവൻ ഏത് വ്യക്തിയുടെ മുമ്പിലും കണ്ണിൽ നോക്കി ശാന്തമായി സൗമ്യതയോടെ, ചൂടാകാതെ, വെപ്രാളം പിടിക്കാതെ, അവൻ കൈയും കാലൂട്ടടിച്ച് അയ്യോ ഞാൻ പറഞ്ഞു പിടിപ്പിച്ചല്ല പൊളിയുന്നല്ലോ എന്നുള്ള വേവലാതി ഇല്ലാതെ, പരവേശമില്ലാതെ, ആമേൻ രണ്ട് കാലേ ഉറച്ചു നിന്ന് ശാന്തമായി മറുപടി പറയാൻ സാധിക്കും. തിരിച്ചറിയുന്നവർ ദൈവത്തിന് കരമുയർത്തി മഹത്വം കരേറ്റാം. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? നെക്സ്റ്റ് സ്തോത്രം. ആമേൻ. എബ്രായ ലേഖനം തിമോത്തിയോസിന്റെ എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് എന്നൊരു പ്രയോഗം പൗലോസ് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ വായിച്ച 9-ാം അധ്യായം എബ്രായ ലേഖനം 14-ാമത്തെ വാക്യത്തിനകത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിർമ്മലതയോടെ, ആമൻ സ്തോത്രം, നല്ല മനസാക്ഷിയോടെ, നിർവ്യാജ വിശ്വാസത്തോടെ, ആമൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഇനി ഒന്ന് തെളിച്ച് പറയാം. രണ്ടാമത്തെ പോയിന്റ്, ഇതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് പ്രാഗൽഭ്യത്തോടെ കയറി വന്ന് ആമേൻ ആ തിരുമുഖത്തേക്ക് നോക്കി ആരാധിക്കാൻ പറ്റും. സ്തോത്രം. പലർക്കും വേണ്ടവണ്ണം കൈകൊട്ടാൻ പറ്റാത്തത്, വേണ്ടവണ്ണം സ്തോത്രം പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റാത്തത്, അവൻ പലർക്കും സ്തോത്ര ആത്മാവിൽ ആരാധിക്കാൻ പറ്റാത്തത്, അതിനകത്തെല്ലാം ഒരു പമ്മല് നിലനിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയുടെ കുറവാണ്. ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ളവന് കർത്താവിന്റെ സന്നിധിയിൽ ആരെ നോക്കാതെ ദൈവത്തിന്റെ മുഖത്ത് നോക്കി അവൻ ദൈവത്തോടുള്ള കടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നൃത്തം ചെയ്ത് ആരാധിക്കാൻ പറ്റും. അങ്ങനെ മനസാക്ഷി ദൈവസന്നിധിയിൽ പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ അല്പനേരം ആ പ്രാഗൽഭ്യത്തോട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ചില സെക്കൻഡുകൾ കരങ്ങൾ ചേർത്തിയടിച്ച് ദൈവത്തെ ആരാധിക്കാം. അപ്പോസ്തലപ്രവൃത്തി 23:1 നല്ല മനസാക്ഷിയോടെ പൗലോസ് ആമേൻ ദൈവത്തിൻ്റെ മുൻപിൽ നടന്നു എന്ന സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നടക്കാനും നല്ല മനസാക്ഷി വേണം. ദൈവത്തിന് മുമ്പിൽ നന്നായി നടന്നുകൊണ്ടിരുന്ന ആദം ലംഘനം വന്ന ശേഷം അവന് നിവരെ നിൽക്കാൻ പറ്റുന്നില്ല, ഒപ്പം നടക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന വാക്കുകളോടെ ഈ വചന സന്ദേശം നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.